നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവരെല്ലാം ഇപ്പൊ നല്ല നിലയിലെത്തി. നമ്മളും അവരെ തകർക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം കച്ചവടത്തിലും കൂടുതൽ ശ്രദ്ധിക്കണം. നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ആയുധം കാശ. അതുണ്ടാക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ നോക്കണം. മഞ്ജു IPS ആയെന്ന് കരുതി എന്താ? അവള് നമുക്കൊരു എതിരാളി പോലുമല്ല. ശത്രുക്കൾ വീർക്ക് മാത്രമല്ല, അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അതും ചെയ്യണം. മഞ്ജു ഇപ്പോ വിജയിച്ചു നിൽക്കാന്നുള്ളത് അംഗീകരിച്ചേ പറ്റൂ. മഞ്ജു എത്രയൊക്കെ മുന്നേറിയാലും അവളുടെ കുടുംബം തകർന്നില്ലേ? ഗിരിയേട്ടൻ അവളെ പ്രീതിക്ക് വേണ്ടി ചതിച്ചില്ലേ? എനിക്കിപ്പോഴും ഗിരി അങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി അങ്ങനൊരു തെറ്റ് സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അവന് മഞ്ജുവിനോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. അവക്കൊരു പ്രശ്നമുണ്ടായ അവൻ എന്തായാലും അവിടെ എത്തും. അത് അവളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, അവന്റെ മകളോടും കൂടെയുള്ള സ്നേഹം കൊണ്ടാ. കുടുംബത്തിന്റെ കാര്യത്തില് മഞ്ജു തന്നെ മുന്നില്. അവൾക്ക് ഒരു മകളായല്ലോ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായില്ലേ? ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലോ. അല്ല, ആളുകളെ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കുണ്ടായ കുഞ്ഞിന് മഹിമ കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറയായില്ലേ? ഒരിക്കൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കൂ. ഞങ്ങളതിന് കുഞ്ഞ് വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല. പിന്നെന്താ ഉണ്ടാവാത്തെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഇവൾക്കാണോ പ്രശ്നം? മതി മോളെ, ശാലിനി പറയുന്നത് തെറ്റായ രീതിയിൽ എടുക്കണ്ട. ഇത്രയും വർഷങ്ങളായ സ്ഥിതിക്ക് ഒരു ഡോക്ടറെ കാണുന്നതിൽ തെറ്റില്ലല്ലോ. അവര് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാ പിന്നെ സമാധാനമായില്ലേ? നീ സ്വപ്നം കൂടെ നാളെ ഒരു ഡോക്ടറെ പോയി കാണും. ശരി ഡാഡി.